ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളിന്നൊരു പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ദീപുവിന് ഗിഫ്റ്റ് കൊടുത്ത പിസ്സ അവൻ വെച്ചിട്ട് ഇന്ന് നമ്മൾ പിസ്സ ഉണ്ടാക്കുകയാണ്. ഇത്രയും ലേറ്റ് ആയത് അതിൻ്റെ കുറച്ച് ആക്സസറീസും കൂടി വരാനുണ്ടായിരുന്നു. അത് നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഴ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം സിറ്റ് ഔട്ടിൽ വെച്ചിട്ടാണ് സാധനം ചെയ്യുന്നത്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത് ഔട്ട്ഡോറിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ മഴ കാരണം നമ്മൾ സിറ്റ് ഔട്ടിൽ വെച്ച് ടൈലിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മണലും പിന്നെ ഓടും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. നോക്കാം. അങ്ങനെ പിസ്സ അവൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടകൻ മറ്റാരുമല്ല, ദീപു തന്നെ. തീ നന്നായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട് കാണാൻ. ടെമ്പറേച്ചർ എത്ര? 240 കൂടുന്നുണ്ട്. ഓക്കെ, അപ്പം നന്നായിട്ട് തീ കത്തുന്നുണ്ട്. നമ്മളിത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ കത്തിച്ച് വെക്കണം. എന്നിട്ട് മാത്രമേ തയ്യാറാക്കി വെച്ച പിസ്സ ഡോ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂർ കത്തിച്ച് വെച്ചിട്ട് ഒരു 400-450 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന സമയത്താണ് നമ്മൾ പിസ്സ തയ്യാറാക്കാൻ തുടങ്ങുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് യൂസ് ആയതുകൊണ്ടാണ് 30 മിനിറ്റ്സ് വെക്കുന്നത്. അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സിൽ തന്നെ ഈ ഒരു ടെമ്പറേച്ചർ റീച്ച് ആവും. നമ്മൾ സാധാരണ അവനിൽ ഒരുപാട് പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ കിട്ടുന്നത് 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ടാണ് നമ്മളിത് മേടിച്ചത്. ഇതിനകത്ത് മാക്സിമം 500 വരെ പോകും. പക്ഷേ നമുക്കിപ്പം 400-450 ഡിഗ്രി സെൽഷ്യസ് വരെ മതി. ഓരോ സമയം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓരോരോ ചെറിയ വിറക് പീസ് ഇട്ട് കൊടുത്തിട്ട് കത്തിച്ചുകൊണ്ടിരിക്കാം. പിന്നെ മാവ് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ സെറ്റപ്പുകൾ ചെയ്യാം. ഇതാണ് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് പിന്നീട് വേറെ ഉണ്ടാക്കിയിടാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ മൈദ വെച്ചിട്ടാണ് തയ്യാറാക്കിയേക്കുന്നത്. അത് പരത്തുന്ന സെക്ഷൻ. ഇത് നമ്മൾ ഒരു 24 hours മാവ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം 24 hours ഇങ്ങനെ എടുത്ത് വയ്ക്കണം. എന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തീ നന്നായിട്ട് കത്തുന്നുണ്ട്. നമുക്ക് ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കാം. 450 ആയി.
ലോഞ്ച് ചെയ്യാണ്. പെട്ടെന്ന് 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചെന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ വട്ടത്തിൽ കറക്കി എല്ലാ ഭാഗത്തും ചൂടെത്തുന്ന രീതിയിലായിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കണം. അങ്ങനെ 60 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഉള്ള നമ്മുടെ പിസ്സ ഇതേപോലെയാണ് കിട്ടിയത്. കുറച്ച് കട്ട് ചെയ്യാം. 3 പിസ്സ ഉണ്ടാക്കാനുള്ള ഡോ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പരീക്ഷണം എൻ്റെ വക. ഏതാ ബെസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയല്ലേ? ഇത് തന്നെ ബെസ്റ്റ്. ഫസ്റ്റ് ട്രൈ അല്ലേ? മതി അതിനുണ്ട് ദേവം. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനും ക്രസ്റ്റ് ഭയങ്കര കട്ടിയായിരിക്കും. ആ ക്രസ്റ്റ് ഭയങ്കര എയറി ആയിട്ടുണ്ട്. ആൻഡ് ഇതും ഭയങ്കര സോഫ്റ്റ് ആൻഡ് കഴിക്കാൻ സൂപ്പറായിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് ഇനി നോക്കാം. അത് അടുത്ത പിസ്സ ഫ്ലോർ വെച്ചിട്ടുള്ള പിസ്സയും കൊണ്ട് എന്താ വ്യത്യാസം ട്രൈ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.